പെൺകുട്ടികളുടെ മൊബൈലിലേക്ക് അവരുടെ ചിത്രങ്ങൾ സെൻഡ് ചെയ്തിരിക്കുന്ന വ്യക്തിയെ ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് കേരളത്തിന്റെ വെളിയിൽ നിന്നുള്ള കണക്ഷൻ ആണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ആ ജോസ് ആൾ അല്പം കണ്ണിങ് ആണല്ലേ? എന്ത് തോന്നുന്നു? കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. He is bright and studious. Sir, I collected all the mobile numbers and details of the students. Okay. Collect the phone numbers and details of staff and teachers also. Yes, sir. That I can arrange. നിങ്ങൾ ഇദ്ദേഹത്തോടൊപ്പം പോയി എല്ലാ സഹായം ചെയ്തു കൊടുക്കും. Yes, father. Don't worry, father. I'll definitely spill the truth out. ഏയ്, ഇവിടെ ഒരു കുഴപ്പമില്ല. എല്ലാരും നല്ല ഫ്രണ്ട്ലിയാ. എന്നാലും പാട്ടും ഡാൻസും അറിഞ്ഞൂടാത്ത വലിയ കഷ്ട. അതും അമേരിക്കയിൽ ജനിച്ചു വളർന്നിട്ട്. എനിക്ക് 4 വയസ്സുള്ളപ്പോ അമ്മ മരിച്ചതാ. അതോടെ അച്ഛൻ മാനസികമായിട്ട് തളർന്നു. അന്ന് ഞങ്ങൾ കേരളത്തിലായിരുന്നു. പിന്നീട് അച്ഛൻ അമേരിക്കയ്ക്ക് പോയപ്പോ എന്നെയും കൂടെ കൊണ്ടുപോയി. അന്ന് മുതൽ എന്റെ അച്ഛനും അമ്മയും ഫ്രണ്ടും ഒക്കെ എന്റെ അച്ഛനാ. അവിടെ ഇതൊക്കെ പഠിക്കാൻ എവിടെ അവസരം? ഇനി അവിടെ വേണ്ട, നാട്ടിൽ മതിയെന്ന് മുത്തശ്ശി നിർബന്ധിച്ചതുകൊണ്ട് അച്ഛൻ എന്നെ ഇങ്ങോട്ട് അയച്ചത്. പാർവതിയുടെ ഫോണിൽ റിംഗ് ചെയ്യുന്നത് എന്താ സൈലന്റ് മോഡിൽ ഇട്ടിരിക്കുന്നത്? ശ്രീകാന്ത്. ആരാടി ശ്രീകാന്ത്? അതിന് തന്നെ കഷ്ടമുണ്ട് കേട്ടോ. അതെന്റെ കൊച്ചച്ഛനാ, SP ശ്രീകാന്ത്. നമ്മുടെ സ്കൂളിൽ കേസ് അന്വേഷിക്കുന്ന. അതെ, അച്ഛന്റെ ഒരേ ഒരു അനിയനാ. ഞാൻ മുത്തശ്ശേരും കൊച്ചച്ഛനെയും കൂടി ഇവിടെ താമസിച്ചിരുന്നത്. എന്റെ അള്ള, ഞാനൊന്നും പറഞ്ഞിട്ടില്ലേ. മൈ ഗോഡ്, മേറ്റും വഴക്കുവരെ. ഫുഡ് കഴിക്കാൻ പോവാം. എനിക്ക് നല്ല വിശപ്പില്ല, ഞാൻ വരുന്നില്ല. വീട്ടിൽ നിന്ന് മാറിന്റെ വിഷമായിരിക്കും അല്ലേ? എന്നാ നമുക്ക് പോവാം, ബാ. നീ ഒന്നും കഴിക്കണ്ട, ഇപ്പൊ തന്നെ ഗുണ്ടായിട്ടുണ്ട്. അതെ അതെ. ആഹാ, ഇന്നും ചോറും ചമ്മന്തിയും തന്നെ. ആ, പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. നല്ല കല്ല് വെച്ച ചോറ. പല്ലൊന്ന് പോയി കിട്ടി. മറ്റേ കുട്ടി എന്തിയെ? പാർവതി അവൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടായിരുന്നോ? മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടി എല്ലാരും ഭക്ഷണം കഴിച്ചിട്ട് പോയി. എന്തായാലും പാർവതി ഭാഗ്യവതിയാ. അതെന്താ? ഈ അലമ്പ് ഭക്ഷണം കഴിക്കണ്ടല്ലോ. ഈ പട്ടി എങ്ങോട്ടാ എന്നെ വലിച്ചോണ്ട് പോണത്? കൈസറേ, എടാ എന്താടാ കൈസറേ? കൈസറേ, എന്താണെന്ന് വാതർന്ന് പറ. അയ്യോ, അയ്യോ, അമ്മ, അമ്മ, അയ്യോ.
വർഗീസേട്ടാ, വർഗീസേട്ടാ, എണീക്കേ. കൊള്ളാം, അടിച്ച് ഫിറ്റായിട്ട് ഇവിടെ വന്ന് കിടക്കാണല്ലേ. ഞാനിത് കംപ്ലൈന്റ് ചെയ്യും. നാറിട്ട് വയ്യ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പാർവതി, വാട്ട് ഹാപ്പൻഡ്? എന്ത് പറ്റി പാർവതി? എന്തിനാ പേടിക്കണേ? ഈ കറണ്ട് ഇവിടെ സ്ഥിരം ഉള്ളതാ. പേടിക്കണ്ട കേട്ടോ. വന്ന് കിടക്ക്, വാ. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിക്കോളൂ. ഗുഡ് നൈറ്റ്. എന്തൊരടിയാടാ ഇത്? ഇങ്ങനെ അടിച്ചാ നീ ചത്തുപോവും. അടിക്കാതിരുന്നാലും ഞാൻ ചത്തുപോകും, ഉറപ്പാ. എന്റെ പൊന്നും കുറിച്ച് മുത്തപ്പനാണ് സത്യം, ഞാൻ കണ്ടതാ. അത് ഗൗരിയുടെ പ്രേതം തന്നെ. 2 പെഗ് വീശിയിട്ട് നോക്കിയാ നിനക്ക് എന്നെ തന്നെ പ്രേതമായിട്ട് തോന്നും. ഇന്നത്തേക്ക് മതി, പോയി കിടന്ന് ഭൂകമായിട്ട് ഉറങ്ങും. ഞാൻ പോവാ. സാമ്പേട്ടാ, ബഫിലിരുന്ന് വെള്ളം അടിച്ചെന്ന് അച്ഛൻ അറിഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും പണി പോവും. നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഡീസൽ അടിച്ച് വണ്ടി ഓടിക്കാം, പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കാം, വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാ കുറ്റം. ഇതെന്തൊരു നാടന്റെ ഈശോയെ. Write the dialogues between Richard Wright and his friend after his first day in school. Friend: Hello Richard. Why are you looking so gloomy? How was your first day at school? Richard: It's nothing. You know, it was my first day at the new school. It was not a very good experience. Friend: What happened? Tell me please. Parvati. What's wrong with you? What happened? എനിക്ക് നല്ല സുഖമില്ല. എന്ത് പറ്റി തനിക്ക്? അറിയില്ല, എനിക്ക് പോണം. നോക്കട്ടെ. പനി ഒന്നുമില്ലല്ലോ. എനിക്ക് പോണമെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. ഞാൻ കൊണ്ടാക്കണോ? വേണ്ട. Richard, I was asked to write my name and address on the blackboard, but I was not able to do it. ആരാ? ഞാൻ പാർവതി, മൗണ്ട് അക്കാഡമിന്നാ. അനന്തുവിന്റെ ഫ്രണ്ടാ. അനന്തല്ലേ ഇവിടെ? ഉണ്ട്, വരൂ. അവനാകെ മാറിപ്പോയി. വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങാറില്ല, ആരോടും മിണ്ടാട്ടവും ഇല്ല. വാതിലടച്ച് ഒരേ ഇരിപ്പ. ഞാൻ എത്ര നിർബന്ധിച്ചിട്ടാണെന്നോ അവൻ പരീക്ഷ എഴുതിയത്. എന്നിട്ടും കിട്ടി 85% മാർക്ക്. അവൻ നിരപരാധിയ, എനിക്കറിയാം. അത്രയ്ക്ക് പാവോ എന്റെ മോൻ. എല്ലാം ശരിയാവും അമ്മേ, ധൈര്യമായിട്ടിരിക്കേ. ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വരാം. ഞാൻ പാർവതി, മൗണ്ട് അക്കാഡമി പഠിക്കുക. എനിക്ക് അനന്തനറിയാം. താനെന്താ ഈ പന്തം കണ്ട് പിരിച്ചാഴിയെ പോലെ നോക്കുന്നേ? താനിപ്പോ ആരോടും മിണ്ടാറില്ല, പുറത്തേക്ക് ഇറങ്ങാറില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. താൻ എന്റെ കൂടെ വന്നേ, നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. വരാൻ. ജീവിതം ഒന്നേ ഉള്ളൂ, അതിങ്ങനെ നശിപ്പിക്കണോ? അനന്ത് തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം, പിന്നെന്തിനാ പേടിക്കുന്നേ? തളരരുത്. സാക്ഷാൽ പരമശിവൻ ഒരിക്കൽ ഓടയുടെ തൂമ്പിലൊളിച്ചതും അടിച്ചുതളിക്കാരി ഈർക്കിൽ കൊണ്ട് കുത്തിയപ്പോ ശിവന്റെ കണ്ണു പൊട്ടിയതുമായി കഥ കേട്ടിട്ടില്ലേ? ദൈവങ്ങൾക്കുണ്ട് നല്ല കാലം കഷ്ടകാലം. പിന്നെ മനുഷ്യന്റെ കാര്യം പറയണോ? നീ ആ പഴയ അനന്തു ആവണം. നിന്നെ കൊണ്ട് അതിന് സാധിക്കും.
ഏയ് അനന്തു, ഐ എം സോറി. തന്നെ കണ്ടപ്പോ എനിക്ക് എന്റെ ഗൗരിയാണെന്ന് തോന്നി. അതാ ഞാൻ വന്നത്.